ബിഗ് ബോസ് മലയാളം സീസൺ 7 വർണ്ണശബളമായ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ പൊറുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? അതെനിക്ക് കുഴപ്പമില്ല, നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നല്ല കണ്ടസ്റ്റൻസ് ആണ്, നല്ല കണ്ടസ്റ്റൻസ് സെലക്ഷൻ. ഇത്തവണത്തെ സെലക്ഷൻ അടിപൊളിയാണ്. എന്തൊക്കെയോ പണികൾ വരുന്നുണ്ട് അല്ലേ, നമുക്ക് നോക്കാം. അപ്പൊ എന്റെ കൂടെ ഇനി മുതൽ ഈ 100 ദിവസം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് റിവ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കണം. എങ്കിൽ മാത്രമാണ് എനിക്ക് അതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പൊ എന്നെ കറക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ എന്റെ പേര് ഷഹി. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ആദ്യം ലാലേട്ടന്റെ ഒരു വോയിസ് ആണ്. അപ്പൊ സ്റ്റേജ് കാണിക്കുകയാണ്, ആദ്യം സ്റ്റേജ് കാണിക്കുകയാണ്. അപ്പൊ ലാലേട്ടന്റെ ഒരു വോയിസിൽ പറയാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പല വഴികളിലൂടെ വരുന്നവർ, ഒരു വഴിയെ പോകുന്ന വേദി. എന്നിട്ട് ഈ സ്റ്റേജ് ഫുള്ളും കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് ഭയങ്കരമായിട്ടൊരു വലിയ സ്റ്റേജാണ് കാണിക്കുന്നത്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അടിപൊളി സ്റ്റേജ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമ്മുടെ വീട്ടിലേക്ക് കയറാൻ, വീട് നമുക്ക് എന്തായാലും ഇപ്പോൾ ലാലേട്ടൻ വരുമ്പോ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ നമുക്കൊരു വീട് കാണിക്കും അല്ലെ, അതേപോലെ വീട് കാണിക്കുകയാണ്. ലാലേട്ടനാണെങ്കിലോ ഗാർഡനില് എന്തോ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈറ്റ് ഇല്ലേ, ലൈറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നിട്ട്. എന്നിട്ട് പറയാണ് സംസാരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ബിഗ് ബോസിൽ വെച്ച് ഏറ്റവും വലിയ ഗാർഡൻ ആണ്, നമ്മൾ വലിയൊരു ഗാർഡൻ ആണ്. അത് കണ്ടപ്പോഴേക്കും മനസ്സിലായി. കാരണം ബിഗ് ബോസിൽ ഞാൻ ഇതുവരെ കണ്ടിട്ട് ഇത്രയും വലിയൊരു ഗാർഡൻ, അടിപൊളി ഗാർഡൻ, പക്ഷെ പൂളില്ല. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. പൂളില്ല, പക്ഷെ അടിപൊളി ഗാർഡൻ ആണ്. എന്നിട്ട് പറയാണ്, താഴെയുള്ള ലൈറ്റ് നമ്മൾ ഇളക്കി മാറ്റും, കാരണം കണ്ടസ്റ്റൻസിന് കളിക്കണ്ടേ, അപ്പോ ലൈറ്റ് പറ്റില്ല എന്നൊക്കെ പറയാനുണ്ട്. പിന്നെ ഒരു ലാലേട്ടൻ പറയാണ്, ഇത്തവണ നിങ്ങൾ പറയുന്ന പോലെ ബിഗ് ബോസിലെ വീടൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ നമ്മളോട് പറയുകയാണ്. അപ്പോ പക്ഷെ ഇതിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ ബിഗ് ബോസ് ഹൗസിലുണ്ട്. അത് വേറെ ഒന്നുമല്ല, പണിപ്പുര. പണിപ്പുരയെ പറ്റി ഇപ്പൊ പറയുന്നില്ല, പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് നേരെ വീട് കാണിക്കുകയാണ്. വീട് കാണിക്കുമ്പോൾ കിച്ചൺ ആണ് ആദ്യം കാണിക്കുന്നത്. കിച്ചൺ ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ആണ്. എന്തിനെ പറ്റി, എങ്ങനെ, എവിടെ നിന്നാണ് കിട്ടിയത്, ഇങ്ങനത്തെ സ്റ്റോൺ വെച്ചാണെന്നൊക്കെ പറയാണ്. പിന്നെ പരാതികളൊന്നും പറയരുത്, മുട്ട കിട്ടിയില്ല, പ്രോട്ടീൻ പൗഡർ കിട്ടിയില്ല, സ്പൂൺ കിട്ടിയില്ല എന്നൊന്നും പരാതി പറയരുതെന്നൊക്കെ പറയാണ്. പിന്നെ കാണിക്കുന്നത് ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിൾ ഇപ്പോൾ ലാലേട്ടൻ പറയാണ്, കഴിഞ്ഞ വർഷം വരെ ഞാൻ എല്ലാവർക്കും വലിയ വലിയ ഡൈനിങ് ടേബിൾ ഒക്കെയാണ് കൊടുത്തത്, പക്ഷെ ഇത്തവണ ഞാൻ ചെറുതാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടത്തിലുള്ള സർക്കിൾ ഷേപ്പിലുള്ള ഡൈനിങ് ടേബിൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് പോവാണ്. ബെഡ്റൂമിലേക്ക് പോയിട്ട് പറയാണ്, ബെഡ്റൂമിലേക്ക് പോയിട്ട് ബെഡ്റൂമിലേക്ക് അതിന് മുന്നേ സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് സ്റ്റോർ റൂമിൽ പറയാണ്, സ്റ്റോർ റൂമിൽ പോയിട്ട് ഇതാണ് സ്റ്റോർ റൂം എന്ന് പറയാണ്. അതിലും പണി വരുന്നുണ്ട് എന്ന് നമുക്കൊരു സൂചന തരാണ്. ക്ഷമിക്കണം, സ്റ്റോർ റൂമിലേക്കാണ് പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, കഴിഞ്ഞ വർഷമൊക്കെ 4 ബെഡ്റൂം വരെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാം ഒരു ബെഡ്റൂം ആയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ ഒരു ബെഡ്റൂം ആക്കിയെന്ന് പറയാണ്. അപ്പോൾ 18 പേർക്ക് കിടക്കാനുള്ള ബെഡ് അവിടെ ഉണ്ട്. 6 സിംഗിളും 6 ഡബിൾ ബെഡ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 18 പേരിന്റെ കിടക്കാനുള്ള ബെഡുണ്ട്, 20 പേരുണ്ട്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഇതിന് പണിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിനു വേണ്ടി ഒരു ഇടി നടക്കും എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് കൺഫെഷൻ റൂമാണ്. എന്റെ മോനെ അടിപൊളി. അതിന്റെ ഇത്ര സൈഡിലൊക്കെ ഭയങ്കരമായിട്ടൊരു നിയോൺ ലൈറ്റ് പിടിപ്പിച്ചിട്ട് എന്തൊക്കെയോ ഒരു സംഭവം, എനിക്കത് പേരൊന്നും അറിയത്തില്ല, ഇതൊരു സംഭവം. പിന്നെ ഒരു വയലറ്റ് മായുമാണ്, ഫുള്ളും വയലറ്റ്. നമ്മുടെ ബിഗ് ബോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അത് ഫുൾ വയലറ്റ് മയമാണ്. എന്നിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ബിഗ് ബോസിന്റെ സൗണ്ട് മാറി. ബിഗ് ബോസിന്റെ സൗണ്ട് മാറി, നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലേ? ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ബിഗ് ബോസിന്റെ സൗണ്ട് മാറി. നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ അവര് അതേപോലത്തെ ഒരു വോയിസ് അവര് ശ്രമിച്ചവരല്ലേ, കൊള്ളാം, എനിക്ക് നല്ലതായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ ഇത് മാറ്റിയത് അറിയില്ല, പക്ഷെ ഒരു ചേഞ്ച് വരുത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അവർ ചേഞ്ച് ചെയ്തു.
അങ്ങനെ ബിഗ് ബോസിന്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസിന്റെ സൗണ്ട് മാറിയപ്പോ ബിഗ് ബോസ് ലാലേട്ടൻ ഭയങ്കരമായിട്ടൊരു ഫ്രണ്ട്ലി ഒരു നമ്മൾ ഇത്ര നാൾ ബിഗ് ബോസിന്റെ കാണുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എനിക്ക് ബിഗ് ബോസ് ആയിട്ട് തോന്നി. പക്ഷെ പറയാൻ പറ്റില്ല, ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളൂ. എന്നിട്ട് എന്താണ് ലാലേട്ടൻ പറയാണ് ബിഗ് ബോസ് എനിക്കൊന്ന് കുമ്പസരിക്കണം എന്ന് പറയാണ്. അപ്പൊ എന്തിനാണ് എന്ന് പറയുമ്പോൾ ചെയ്ത പാപങ്ങൾക്കല്ല കേട്ടോ, ചെയ്യാൻ പോകുന്ന പണികൾക്കാണ് എനിക്ക് കുമ്പസരിക്കാനുള്ളത്. അപ്പൊ പറയാണ് കണ്ടസ്റ്റൻസ് തുടങ്ങാൻ പോണ പണികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുമ്പസരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്താണ് ഒരു സ്ഥലം കാണിക്കുക. അപ്പൊ പറയാണ് ഇതുവരെയും ബിഗ് ബോസ് സീസണിൽ ഇല്ലാത്ത, ബിഗ് ബോസ് മലയാളം സീസണിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് മേക്കപ്പ് റൂം. മേക്കപ്പ് റൂം എന്നല്ല പറയുന്നത്, വേറൊരു പേരാണ് പറയുന്നത്, പൗഡർ റൂമോ എന്തോ റൂമാണ് പറയുന്നത്, എനിക്കറിയില്ല. മേക്കപ്പ് റൂം എന്ന് ഞാൻ എഴുതിയതാണ്, മേക്കപ്പ് റൂമാണെന്ന് കാണിക്കുന്നു. എന്നിട്ട് അവിടെ എഴുതി വെച്ചേക്കാണ് കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മേക്കപ്പ് റൂമിന്റെ ഒരു കണ്ണാടിയിൽ തൊട്ടടുത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലിവിങ് ഏരിയ ആണ് കാണിക്കുന്നത്. ലിവിങ് ഏരിയ ഭയങ്കരമായിട്ട് വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ആണ്, അടിപൊളി സംഭവമാണ് എനിക്ക് തോന്നി, നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ജയിലാണ്. ജയില് നമ്മൾ പറഞ്ഞതുപോലെ 7 പോലെയാണ് ഇരിക്കുന്നത്, 7. എന്നിട്ട് സ്ലൈഡായിട്ട് അല്ലേ, സ്ലൈഡായിട്ടാണ് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇങ്ങനെ. അപ്പൊ ഞാൻ ആലോചിച്ച് ഇത്രയും തിക്കിനിടയിൽ ഇവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ച്. പിന്നെയാണ് കാണിക്കുന്നത് സ്ലൈഡാണ്, ഫുള്ള് സ്ലൈഡ്. എന്നിട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത് വാതില്, അതിന്റെ വാതിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വാതിൽ ഇങ്ങനെ തുറക്കണം. എന്നിട്ടോ ഒരു ബെഡ് ഉണ്ട്, ബെഡിൽ ബാത്റൂം ജയിലിനകത്ത് ബാത്റൂമേ ഇല്ല. ബെഡിന്റെ കോല എങ്ങനെയാണെന്ന് അറിയോ, ഇങ്ങനെയാണ് ബെഡ് ഇരിക്കുന്നത്, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഒരു ചെരിവുണ്ട്, നല്ല ചെരിവുണ്ട്, ഒരു സ്ലോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവരിതിൽ എങ്ങനെ കിടക്കും, ചാരി കിടക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ എന്താണ് ഒരു ജയിലുണ്ട്, പണി കിട്ടാനുള്ളതാണ് എന്തായാലും. അത് അവരെങ്ങനെ കിടക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ കിടക്കേണ്ടി, ഇപ്പൊ ബിഗ് ബോസ് പറയാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ആ ബെഡിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ തീർന്നോ, പറയാനൊന്നും പറ്റത്തില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ബെഡ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് താഴെ കിടക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, താഴെ ചെറിയൊരു ഏരിയ ഉണ്ട്. കഷ്ടപ്പാടാണ്. നമ്മള് ഈ ജയിലിൽ എന്ന് പറയുമ്പോ ലക്ഷറീസ് ആണ് ബിഗ് ബോസിൽ, ശരിക്കും പറഞ്ഞ ബാത്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് പണിയാണെന്നുള്ള രീതിയിൽ തരാണ്. പിന്നെ നേരെ പണിപ്പുര കാണിക്കുകയാണ്. അപ്പൊ പറയാണ് ഇതാണ് പണിപ്പുര. അപ്പോ ഇതിലുള്ള പണി എന്താണെന്ന് വെച്ചാല് ലാലേട്ടൻ പറയാണ് ഞാൻ ഇവിടെ വരുന്ന എല്ലാ മത്സരാർത്ഥികളുടെ ഡ്രസ്സുകളും എല്ലാം ഞാൻ ഇവിടെ പിടിച്ചു വെക്കും. പിടിച്ചു വെച്ചിട്ട് ഇവിടെ ലക്ഷറി സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് എല്ലാം, എനിക്ക് തോന്നുന്നു ലക്ഷറി ടാസ്കിൽ വിജയിച്ച സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടെ പിടിച്ചു വെച്ചിട്ട് വീണ്ടും ഒരു ടാസ്ക് ഉണ്ടാവും, എനിക്ക് അറിയത്തില്ല കേട്ടോ, അതിനെ പറ്റി അറിയത്തില്ല. അങ്ങനെ പറയുന്നു. പിന്നെ എന്താണ് അതെല്ലാം കഴിഞ്ഞിട്ട് വീടിന്റെ എല്ലാം കാര്യങ്ങളും കാണിച്ചു. വീട് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് വലിയ വീടാണ്, അടിപൊളി സെറ്റപ്പ് ഒക്കെയാണ്. ബാത്റൂം ഒക്കെ ആയാലും, ബാത്റൂം എന്താണ് 2 ടോയ്ലറ്റ് 2 ബാത്റൂം, അങ്ങനെ 4 ഇതുണ്ട്. പിന്നെ ചേഞ്ചിങ് റൂമൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ല അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റേജിലാണ്, ലാലേട്ടൻ എൻട്രി ആണ്. അതിൽ നമ്മുടെ കൊണ്ടാട്ടം പാട്ട്, നമ്മുടെ തുടരും മൂവിയിലെ പ്രൊമോഷൻ സോങ് ഇല്ലേ, ആ പാട്ട് വിട്ടിട്ട് പിന്നെ എമ്പുരാന്റെ സോങ് ഇല്ലേ, എമ്പുരാൻ എന്നൊരു സോങ് ഇല്ലേ, ആ സോങ് ഇട്ടിട്ടാണ് ലാലേട്ടന്റെ എൻട്രി വരുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ സീസൺ വരെ ലാലേട്ടന് ഭയങ്കരമായ എൻട്രിയും ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇത്തിരി കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ കുറെ പാട്ടും ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ 2 പാട്ടിൽ ഒതുക്കിയ പോലെ എനിക്ക് തോന്നി. അപ്പോ എന്താണ് പിന്നെ സീസന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണിപ്പുരയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് പറയാണ് നമ്മള് ബിഗ് ബോസ് എല്ലാവരും ബിഗ് ബോസിനെ എന്താണ് ക്ഷണിക്കുകയാണ്, എല്ലാവരും ബിഗ് ബോസിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ എന്താണ് അതിന്റെ കാര്യങ്ങൾ പറയാണ്. അതിനുശേഷം എന്താണ് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഉണ്ടെന്ന് പറയാണ്. അപ്പൊ നേരെ റെനീഷനെ കാണിക്കുകയാണ്. റെനീഷ എനിക്ക് ഒരു JCB ഇങ്ങനെ തൂങ്ങി പിടിച്ച് വരികയാണ്, കുറെ ഒരു മാസ എൻട്രി കൊടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ഇത്തവണ വരുന്ന മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ടാസ്കിന്റെ പേര് എന്ന് വെച്ചാല് റെനീഷ പറയാനാണ് ആദ്യത്തെ പണി എന്റെ കയ്യിൽ നിന്ന് ആവട്ടെ എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പൊ ടാസ്കിന്റെ പേര് എന്ന് വെച്ചാൽ മഷിമുദ്ര. അപ്പൊ ഈ ടാസ്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ കണ്ടസ്റ്റൻസ് വരും. ഓരോ കണ്ടസ്റ്റൻസ് വന്നിട്ട് കൂടെ അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. ചിലപ്പോൾ അമ്മയോ ചേച്ചിയോ അനിയനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ
ഇങ്ങനെ ഉണ്ടാവും. ഈ കണ്ടസ്റ്റന്റിന്റെ മുഖം കെട്ടിവെച്ചിട്ടുണ്ടാവും. മുഖം കെട്ടിവെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ കുറെ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. ഓരോരോ തൂണുകൾക്ക് മേളിൽ ഇത്രയുള്ള തൂണുകളുണ്ടാവും. അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വട്ടത്തിലുള്ള ഒരു മെഡലുണ്ട്. ആ മെഡൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ ഉള്ള മെഡലാണ് എടുക്കേണ്ടത്. ഫോട്ടോ ഇല്ലാത്ത കുറെ മെഡൽ ഉണ്ടാവും. പിന്നെ കണ്ടസ്റ്റന്റിന്റെ ഫോട്ടോ മാത്രമുള്ള ഒരു മെഡലും ഉണ്ടാവും. അതിനുശേഷം ഈ മെഡല് എന്താണ് കണ്ണ് കെട്ടിയിട്ട് എടുക്കണം. അത് ആരുടെ നിർദ്ദേശത്തില്? ഈ കണ്ടസ്റ്റന്റിന്റെ ആരെങ്കിലും അറിയുന്ന കണ്ടസ്റ്റന്റിന്റെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ ചേച്ചിയോ ആരാണോ ഉള്ളത് ആ ചേച്ചി അവര് പറയും എന്താണ് നിങ്ങൾ ലെഫ്റ്റിലേക്ക് പോ, സ്ട്രെയിറ്റ് ആയിട്ട് പോ, റൈറ്റിലേക്ക് പോ എന്ന് പറയും. റെനീഷ ആണെങ്കിൽ ഇത് എന്താണ് അയ്യോ അങ്ങനെയല്ല എങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവരെ മൈൻഡ് മാറ്റാനുള്ള ഒരു ശ്രമം. അതിനുശേഷം എന്താണ് അപ്പൊ അതാണ് ടാസ്ക്. അതിനുശേഷം ഈ മാല എടുത്തതിന് ശേഷം ഒരു വരയുണ്ട്. ആ വര കടന്നതിന് ശേഷം ഒരു പൗഡർ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ പൗഡർ ഉണ്ട്. ആ പൗഡറിൽ കൈ വെച്ച് ഇങ്ങനെ ആക്കിയതിനു ശേഷം ഇങ്ങനൊരു ഇതിലേക്ക് ഇങ്ങനെ വെക്കുക. അതാണ് ടാസ്ക്. ചെറിയ ടാസ്ക് ആണ് എന്ന് കാണിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ കാണിക്കുകയാണ്. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണെങ്കിൽ പറയാണ്, ലാലേട്ടൻ പറയാണ് 5 വർഷം എന്താണ് ബിഗ് ബോസിന് വേണ്ടി ജോലി മതിയാക്കി ലീവ് എടുത്തേക്കാണെന്ന് പറയുന്നു. അപ്പോ ഒരു സ്ത്രീ വിരുദ്ധയുള്ള ഒരാളാണ് എന്നും കൂടി പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഡാൻസ് ആണ്. അത് വേറെ ആരായാലും നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ്. ഫോട്ടോ എനിക്ക് ഫോട്ടോ കിട്ടിയിരുന്നു. ഫോട്ടോ അതായത് കറക്റ്റ് തന്നെയായിരുന്നു. എനിക്കൊരു ഡൗട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒന്നും ഇട്ടില്ല. അപ്പൊ അനീഷിന്റെ ഒരു ഇതൊക്കെ കാണിക്കുകയാണ്. അനീഷ് എന്താണ് ബാങ്കിലായിരുന്നു ആദ്യം ജോലി. അനീഷ് ബാങ്കിലുള്ള ജോലിയായിരുന്നു. പിന്നെ അത് നിർത്തിയിട്ട് ഗവൺമെന്റ് ജോലി കിട്ടി. അത് 5 വർഷത്തേക്ക് എന്താണ് ലീവാക്കി വെച്ചതിന് ശേഷം ലീവ് എടുത്തേക്കാണ്. ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ലീവ് എടുത്തേക്കുന്നത്. അപ്പോൾ അനീഷിന്റെ കുറെ ജീവിത കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരൻ ഡിവോഴ്സ്ഡ് ആയിരുന്നു. അപ്പോൾ അതിലൂടെ കടന്നു വന്ന സങ്കടങ്ങളും ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ പറയുന്നത്. അപ്പൊ അനീഷ് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ലാലേട്ടൻ അനീഷിനെ വെൽക്കം ചെയ്യാണ്, ബിഗ് ബോസിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. പിന്നെ ഇവര് കളിച്ച ടാസ്കും കാണിക്കുകയാണ്. ടാസ്കില് ഇവര് നന്നായിട്ട് തന്നെ പങ്കെടുത്തു. പിന്നെ ലാലേട്ടൻ പറയാണ് അപ്പൊ നിങ്ങൾ ബിഗ് ബോസിലേക്ക് കയറും എന്ന് പറഞ്ഞിട്ട് എന്താണ് പോവാണ്. അപ്പൊ എന്താണ് നമ്മുടെ അനീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നു. കാരണം മൈജിയുടെ ഡ്രസ്സാണ്, മൈജി നമ്മുടെ സൈഡിലുണ്ട്. അപ്പോൾ കോമണർ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമണറാണ്, കണ്ടസ്റ്റന്റ് ആണ്, മൈജിയുടെ സ്പോൺസർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അതിനുശേഷം കയറിയതിനു ശേഷം ബിഗ് ബോസിന്റെ ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ പക്ഷെ എനിക്ക് സംസാരത്തിൽ എനിക്ക് എന്തോ ഒരു ഇത് പന്തികേട് പോലെ തോന്നി. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് കയറിയപ്പോ തന്നെ എനിക്ക് തൃശ്ശൂർക്കാരനാണ് നല്ല. ഞാൻ സാധാരണ കോമണർ എന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചു മിണ്ടത്തില്ല, വിഷു ഭയങ്കര സംസാരമുള്ള ഒരാളാണ്, പിടിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്നിട്ട് എനിക്ക് ചിരി വന്നത് ജയില് കണ്ടിട്ട് എന്താ അമ്മിക്കല്ലാണോ എന്നൊക്കെ പറഞ്ഞതാണ് എനിക്ക് ചിരി വന്നത്. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ലാലേട്ടൻ ബ്രേക്കിന് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോ കുറെ നാളായിട്ട് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമാണ്. അത് വേറെ ഒന്നുമല്ല, ഒരു കൊച്ചിന്റെ കാര്യമാണ് പറയുന്നത്. കൊച്ച് ബിഗ് ബോസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ആ കൊച്ചിനെ എടുക്കൂന്ന് പറഞ്ഞിരുന്നു എന്നുള്ള സംഭവം. ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് കുറച്ചു മുന്നേ ഒരു വീഡിയോ വന്നത് ഓർക്കണ്ട. ഒരു ചെറിയ പൊടിക്കൊച്ച് വന്നിട്ട് ലാലേട്ടന്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുള്ള ആ സംഭവം തന്നെയാണ്. എന്നിട്ട് അവരുടെ ഫാമിലി ആ കൊച്ചിനെ എടുത്തിട്ട് പറയണം ഒക്കത്തെടുത്തേക്കണേ, ലാലേട്ടൻ ഒക്കത്തെടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇതാണ് പറഞ്ഞത്, ഞാൻ ഒക്കത്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കൊച്ചിന്റെ കാര്യങ്ങൾ കാണിക്കുക. വേറെ ഒരു വലിയ ഇതൊന്നുമില്ല, കുറച്ച് നീക്കാനുള്ളൊരു ഇത് തോന്നി എനിക്ക്. അടുത്തത് സെക്കൻഡ് കണ്ടസ്റ്റന്റ് വരാണ്. നമ്മുടെ വേറെ ആരുമല്ല, അനുമോളാണ്. രണ്ടാമത് കയറിയിരിക്കുന്ന അനുമോളാണ്. അനുമോൾ ഒരു ഡാർക്ക് ബ്ലൂ ഗൗണില് എന്താണ് വരികയാണ്. മറ്റേ റൈഫിൾ ക്ലബിലെ മൂവിയിലെ പാട്ടും അതുപോലെ നമ്മുടെ മറ്റേ പൈങ്കിളി മൂവിയില് ബേബി ബേബി ആ പാട്ടും ഇട്ടൊക്കെയാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ വരെയാണ് മറ്റേ അനുമോളുടെ ഇൻട്രോ കാണിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇവർ ഓരോ കണ്ടസ്റ്റന്റും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം അവർ എടുക്കുന്നുണ്ട്. അനീഷ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് ഒരു ബുക്ക്, അനീഷിന്റെ സ്വന്തം എഴുതിയ ഒരു ബുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോ അനീഷ് ഒരു റൈറ്റർ ആയതുകൊണ്ട് തന്നെ അനീഷ് സ്വന്തമായിട്ട് എനിക്കൊരു ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അനീഷ് എന്ത് ചെയ്യണം, ഒരു ബുക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളും എന്താണ് ഒരു ഇഷ്ടമുള്ളൊരു എനിക്കിത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു
ഇത് എടുക്കുന്നുണ്ട്, ഒരു പാവക്കുട്ടീനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ കണ്ടസ്റ്റൻസിനെയും കത്ത് കൊടുത്തിട്ടാണ്, ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കില്ല നമ്മുടെ കല്യാണത്തിന്, അതേപോലെയാണ് എല്ലാവരെയും ഇതിലേക്ക് കാണിക്കുന്നത്. വെച്ചാല് ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, കുറച്ച് 5 മുതൽ എനിക്ക് 5ന്റെ കാര്യം ഓർമ്മയുള്ളൂ. 5-ലാണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് വന്നു. 6-ൽ എങ്ങനെയായിരുന്നു, 6-ൽ ഇങ്ങനെ ഒരു എൻട്രി ഒക്കെ കൊടുത്തിട്ടൊക്കെയായിരുന്നല്ലോ വന്നത്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അനുമോളാണെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഒരു കുട്ടി വന്നിട്ടാണോ എന്നറിയില്ല, ഒരു കുട്ടി വന്നിട്ട് എന്താണ് ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുകയാണ്. അത് വേറെ നല്ല ബിഗ് ബോസിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡാണ്, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നിട്ട് ഹൃദയപൂർവ്വം എന്താണ് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് ഹൃദയപൂർവ്വം സിനിമയുടെ പ്രൊമോഷൻ പോലെ എനിക്ക് തോന്നി, ചെറിയ രീതിയിൽ പ്രൊമോഷനൊക്കെ തോന്നി. അപ്പോൾ ഇത് കൊടുക്കുകയാണ്. പിന്നെ എന്താണ്, ലാലേട്ടൻ ക്ഷണിക്കുകയാണ്. ടാസ്കിലും നമ്മുടെ റെനീഷയുടെ ടാസ്കില് നല്ല രീതിയിൽ തന്നെ വിജയിക്കുകയാണ്. അത് ടാസ്ക് ഒന്നും വലിയൊരു ഇതില്ല, ഒരു വലിയ കാര്യം പറയാനില്ല. പക്ഷെ അനുമോൾ എന്താ വെച്ചാല് നേരെ പോവാണ്, ഒരു ചില്ല് ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അപ്പൊ എന്താണ് ഇവളാണെങ്കിൽ വേഗം പോയിട്ട് ഒറ്റ അടിയായിരുന്നു കൊടുത്തത്. അരുത് ടാസ്ക്, ഞാൻ പറയട്ടെ, ടാസ്ക് എല്ലാവരും വിജയിച്ചിട്ടുണ്ട്, പക്ഷെ വലിയൊരു ഇമ്പോർട്ടന്റ് ഇല്ല. പക്ഷെ ഇമ്പോർട്ടന്റ് കാര്യം പറയാം. അതിനുശേഷം വീട്ടിൽ കയറിയതിനു ശേഷം അനീഷ ആയിട്ട് സംസാരിക്കുന്നത്. അനീഷ ആണെങ്കിൽ എന്താ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നട നോക്കുന്നുണ്ട്. ആരത് മനസ്സിലായോ എന്നിട്ട് അനീഷ പറയണമെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത്. പക്ഷെ എനിക്കിത് കണ്ടപ്പോഴേ നമ്മുടെ രജിത് സാറിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. രജിത് സാറാണെങ്കിൽ വരുന്നവർക്ക് ഒരു എന്താണ് പ്രൊവോക്കിംഗ് ടൈപ്പായിട്ട് എനിക്ക് തോന്നി അനീഷിന്റെ ഇത് എനിക്ക് ഗെയിമാണെന്ന് തോന്നിയതില്. പിന്നെ ബ്രേക്ക് വരെയാണ്. ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ആര്യൻ കദൂരിയാണ്. അപ്പൊ എല്ലാരും എന്താണ് ലാലേട്ടൻ പറയുന്ന രൺബീറിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് എന്നൊക്കെ എല്ലാരും പറയുന്ന ഒരാളാണ്. അപ്പൊ ആര്യൻ കദൂരിയാണ്. പിന്നെ എന്താണ് ലാസ്റ്റ് ചെയ്ത ഒരു മൂവി എന്ന് പറയുന്നത് വടക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ആര്യൻ കദൂരിയുടെ ഡാൻസ് കാണിക്കുകയാണ്, ഇൻട്രോ കാണിക്കുകയാണ്. പിന്നെ ഇതിലും ആര്യൻ കദൂരിയ പ്രധാനമായിട്ട് അവർക്ക് വേണമെന്നൊരു പറഞ്ഞിട്ട് ഒരു മാല എടുക്കുന്നുണ്ട്, ഒരു ഗ്രീൻ കല്ലുള്ള ഒരു മാല എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ അവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവര് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാണ്, ആര്യൻ കദൂരി കയറാണ്. എല്ലാവരും അനീഷിനോടും അനുമോളോടൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം അടുത്തത് 4ാമത് കയറാൻ പോകുന്നത് കലാഭവൻ സരികയാണ്. കലാഭവൻ സരിക എന്താണ് വരികയാണ്. വന്നതിന് ശേഷം ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോവാണ്. എല്ലാവരും ഡാൻസ് ഇതൊക്കെ തന്നെയാണ്, ഒട്ടുമിക്ക ഡാൻസ് ആയിരുന്നു. അതിനുശേഷം എന്താണ് കലാഭവൻ സരികയുടെ ഇൻട്രോ കാണിക്കുകയാണ്, ഫാമിലിയുടെ ഇൻട്രോ കാണിക്കുകയാണ്. കലാഭവൻ സരിക എന്താണ് ആദ്യമായിട്ടാണ് എന്താണ് ഒരു പെൺകുട്ടി വന്നിട്ടുള്ള ഒരു ഇതിലേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കുറച്ച് വിശേഷങ്ങൾ പറയാണ്. പിന്നെ ഇതില് കലാഭവൻ സരിക എടുക്കുന്നത് എന്താണ് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ കലാഭവൻ സരികയുടെ ഹസ്ബൻഡായ ദിലീപിന്റെ ടീഷർട്ടാണ്, ഫുൾ സ്ലീവ് ടീഷർട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബാഗിൽ പാക്ക് ചെയ്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതിലും റെനീഷയുടെ ടാസ്കില് കലാഭവൻ സരിക സുഖമായിട്ട് വിജയിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് 5ാമത് വരുന്നത് അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ ഒരു മ്യൂസീഷ്യനാണ്, അതുപോലെ മ്യൂസിക്കൽ പ്രൊഡ്യൂസറാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുകയാണ് ലാലേട്ടൻ. ഒരു പാട്ടൊക്കെ പാടാണ്. അക്ബർ ഖാൻ സ്വന്തമായിട്ട് എഴുതിയത്, സ്വന്തമായിട്ട് മ്യൂസിക് കൊടുത്ത് സ്വന്തമായിട്ട് ചെയ്ത ഒരു എന്താണ് ലിറിക്സ് ഒക്കെ എഴുതിയ ഒരു പാട്ടാണ് പാടുന്നത് ബിഗ് ബോസിലേക്ക്. അപ്പൊ എനിക്ക് നല്ല ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇൻട്രോ കാണിക്കുകയാണ്. ഇൻട്രോയില് എന്താണ് കുടുംബം കാണിക്കുകയാണ്. പിന്നെ നിക്കാഹ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞു, ഇനി എന്താണ് റിസപ്ഷൻ നടത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അക്ബർ ഖാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുപോയിട്ട് കണ്ടില്ല. ബാക്കി എല്ലാവരും അയ്യോ ഇതെനിക്ക് കൊണ്ടുപോകണം, ഇതെനിക്ക് ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ എല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ അക്ബർ ഖാൻ മാത്രം എടുത്താൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇതായിപ്പോയതാന്ന് പറഞ്ഞുകൂടാ. അടുത്തത് 6ാമതായിട്ട് എന്താണ് RJ പിൻസിനെ ക്ഷണിക്കുകയാണ്. RJ പിൻസിയുടെ ഒരു ഡാൻസ് നമ്മുടെ മറ്റേ പൈങ്കിളി മൂവിയിലെ ഒരു പാട്ടാണ്, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഭയങ്കര ടോക്കറ്റീവാണ്, എനിക്ക് ഭയങ്കര സംസാരപ്രിയരായിട്ട് തോന്നി, ഭയങ്കര ഒരു സംസാരപ്രിയയാണെന്ന് തോന്നി. അച്ഛൻ എന്നിട്ട് ഓട്ടോ ഓടിക്കുകയാണ്. ഓട്ടോ ഓടിച്ചിട്ട് പറയാണ് മോളെ എനിക്ക് ഈ ഓട്ടോ മേടിച്ചു തന്നെന്ന് പറഞ്ഞിട്ട്
പറയാണ്. അപ്പോൾ അച്ഛനെ കാണിക്കുന്നു, അമ്മയെ കാണിക്കുന്നു, അപ്പോൾ ഫാമിലിനെ കാണിക്കുന്നു. അവരൊക്കെ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ ബിഗ് ബോസിലേക്ക് ആയിട്ടൊന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നു. നല്ല രീതിയിൽ തന്നെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തത് അടുത്തത് 7ാമതായിട്ട് കയറിയത് ഒനിൽ സാബു. ഞാനാണെങ്കിൽ വീഡിയോയിൽ ഒനിയൽ എന്നാണ് പറയുന്നത്. ഒനിയൽ അല്ല, ഒനിൽ സാബു എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് ആണ്, അതുപോലെ തന്നെ ഒരു ഷെഫാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവർക്ക് വേണമെന്ന് പറഞ്ഞെടുക്കുന്നത് ഒനിൽ സാബു വേണമെന്ന് പറഞ്ഞെടുക്കുന്നത് കൂളിംഗ് ഗ്ലാസ് ആണ്. കൂളിംഗ് ഗ്ലാസ് എന്റെ വീക്ക്നെസ് ആണെന്നൊക്കെ പറയാണ്. ആ കൂളിംഗ് ഗ്ലാസ് എന്റെ കയ്യിൽ ഞാൻ 2-3 എന്റെ കയ്യിൽ എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ ഇത്രയുള്ള ഒരു ടെഡി ബെയർ അതും സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ കഴിഞ്ഞു പോയ എല്ലാവരും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം അവർ എടുക്കുന്നുണ്ട്, പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതിലും കാണും. പിന്നെ 10 വർഷം വക്കീലായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻട്രോ എല്ലാം കഴിഞ്ഞു, ഡാൻസ് എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് പറഞ്ഞേക്കുകയാണ് ലാലേട്ടൻ. പിന്നെ അവരായിട്ട് എല്ലാവരും പരിചയപ്പെടുന്നുണ്ട്. അടുത്തത് 8ാമതായിട്ട് ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ബിന്നി സെബാസ്റ്റ്യൻ സീരിയൽ നടി, നമ്മുടെ ഗീതാഗോവിന്ദ സീരിയൽ നടിയാണ്. പിന്നെ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ബിന്നി സെബാസ്റ്റ്യന്റെ ഹസ്ബൻഡ് ആരാണെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ ഇതായിരുന്നു ഹസ്ബൻഡ്, എനിക്കറിയാൻ പാടില്ലായിരുന്നു സത്യം, ഞാനിന്ന് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ബിന്നി എന്ന് പറയുന്നത് ചൈനയിൽ പോയിട്ട് LLB പഠിച്ച ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ആവാനായിട്ട് മെഡിസിൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. പിന്നെ ബിൻസി സെബാസ്റ്റ്യൻ ഒരു ഇഷ്ടപ്പെട്ട മാല എടുക്കണം. കാരണം എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അടുത്തത് എന്നിട്ട് ബിന്നി സെബാസ്റ്റ്യനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു ലാലേട്ടൻ. എന്നിട്ട് എല്ലാവർക്കും നല്ല ഇതിനെ പരിചയപ്പെടുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ പരിചയപ്പെടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഓക്കെ, നമുക്കൊന്നും പറയാനില്ല, തുടക്കമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ 9ാമതായിട്ട് ഇൻഫ്ലുവൻസർ, നമ്മുടെ ടിക്ടോക്കിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായ ഒരാളാണ്, അഭിലാഷനാണ്. പക്ഷെ ഞാൻ അഭിശ്രീ എന്നാണ് പറഞ്ഞത്. കാരണം ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പേര് അഭിശ്രീ എന്നാണ്, അതാണ് ഞാൻ അഭിശ്രീ എന്ന് പറഞ്ഞത്. അഭിശ്രീ അല്ല, അഭിലാഷ് എന്നാണ് പേര്. അഭിശ്രീ എന്ന് പറയുന്നത് അഭിലാഷിന്റെ അഭിയും പിന്നെ ശ്രീ എന്ന് പറയുന്നത് അഭിലാഷിന്റെ വൈഫിന്റെ പേരും കൂടി ചേർത്തിട്ടുള്ളൊരു ഇതാണ് അഭിശ്രീ എന്നാക്കിയിരിക്കുന്നത്. അഭിലാഷ് വരെയാണ്. നല്ല വേട്ടയം, നമ്മുടെ വേട്ടയം മൂവിയിലെല്ലാം സോങ് ഇല്ലേ, അയ്യോ ഏതാണ്, മനസ്സിലായോ എന്ന് പറഞ്ഞ സോങ്, ആ പാട്ടൊക്കെ ഇട്ട് ഗംഭീരമായിട്ടൊരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കോസ്റ്റ്യൂമാണ്, ഭയങ്കര നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു കോസ്റ്റ്യൂമാണ്, അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറയാണ് ഒരു ഇത് കാണിക്കാൻ, ഇൻട്രോ വീഡിയോ കാണിക്കാൻ ലാലേട്ടന്. അപ്പം ഇൻട്രോ വീഡിയോ കാണുകയാണ്. പണ്ട് മുതലേ എനിക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു, ആഗ്രഹമുള്ളതായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കളിക്കും, അതുപോലെ ഡാൻസറാണ്, വീഡിയോ ഇൻഫ്ലുവൻസറാണ്. പണ്ട് ഞാൻ ഇവരുടെ ടിക്ടോക്ക് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ടിക്ടോക്കിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവര്. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്നത് കേട്ടോ. ഇൻഫ്ലുവൻസറാണ്. പിന്നെ അവരുടെ ജീവിത കഥകളും അതിന്റെ നേരിട്ട കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിലേക്ക് അഭിലാഷിനെ ക്ഷണിച്ചുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞയക്കുകയാണ് വീട്ടിലേക്ക്. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ തന്നെ അവര് ആദ്യത്തെ ദിവസം എനിക്ക് വലിയൊരു ഇതൊരു തോന്നിയില്ല. എല്ലാവരും നല്ല ഇതിന് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ 10ാമതായിട്ട് രന ഫാത്തിമ, ഒരു ഇൻസ്റ്റഗ്രാമില് സോഷ്യൽ മീഡിയയില് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഇതാണ് പുള്ളിക്കാരിയായിട്ട് അടിപൊളി ചെറിയ ഒരു കുട്ടി ഡ്രസ്സിലൊക്കെ ബാർബി ഡോൾ വന്ന് നിൽക്കണ പോലെയാണ് രന ഫാത്തിമയുടെ ലുക്ക്. ഭയങ്കര ഒരു കുട്ടി ഡ്രസ്സ് ഇട്ട് ഒരു ഇതായിട്ട് ഒരു ഇതാണ്. അപ്പൊ രന ഫാത്തിമ നല്ല അടിപൊളി ഡാൻസ് കളിച്ചിട്ട് വരികയാണ്. അതിനുശേഷം നമ്മുടെ ഇൻട്രോയിൽ പറയുകയാണ്, രന ഫാത്തിമയുടെ ഇൻട്രോയിൽ പറയുകയാണ്, ഞാൻ ഏവിയേഷൻ ആണ് പഠിക്കുന്നത്, ഏവിയേഷൻ സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ 19 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ 19 വയസ്സുള്ള ഈ കുട്ടിക്ക്, അപ്പൊ എന്നെക്കാളും 1 വയസ്സ് കുറവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അയ്യോ 19 വയസ്സുള്ള ഈ കുട്ടിക്ക്, അയ്യോ ചെറിയ കുട്ടിയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതിലൊന്നും അല്ലല്ലോ കാര്യം, നല്ല രീതിയിൽ കളിക്കണം, അത് കളിക്കും ഇതാണ്. പിന്നെ ഒരു ഫോട്ടോ, ഈ രന ഫാത്തിമ ഒരു ഫോട്ടോ, രന ഫാത്തിമയുടെ ഒരു ബോയ് ഫ്രണ്ടും അനിയത്തിയുടെ ഒരു ഫോട്ടോയും കൂടി എടുത്ത് സൂക്ഷിക്കുക, ഇമ്പോർട്ടൻ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതും നോട്ട് ചെയ്ത് വെക്കുക.
ചിലപ്പോൾ നാളെ അതൊരു ഉപയോഗപ്പെടാം. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ റെന ഫാത്തിമ ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. അതിനുശേഷം എല്ലാവരും എന്നിട്ട് എന്താണ് റെന ഫാത്തിമ കാണുമ്പോൾ വെൽക്കമിങ് ചെയ്യാണ്. അയ്യോ ചെറിയ നല്ല രസമുണ്ട് കാണാൻ, ഡ്രസ്സ് എല്ലാവരും റെന ഫാത്തിമയുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ ഒരു ബാർബി ഡോൾ വന്ന് നിൽക്കുന്ന പോലെ ആയിരുന്നു റെന ഫാത്തിമയുടെ ഒരു ഇത്. എനിക്കത് കൊള്ളാമെന്ന് തോന്നുന്നു, ഡ്രസ്സ് കൊള്ളാമെന്ന് തോന്നുന്നു, നല്ലൊരു അടിപൊളിയായിരുന്നു. പിന്നെ അടുത്തത് ഒരു പട്ടാളക്കാരനാണ് 11ാമതായിട്ട് വരുന്നത്. ഒരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ മുൻഷി രഞ്ജിത്തിനെ ക്ഷണിക്കുകയാണ്. മുൻഷി രഞ്ജിത്തിനെ ക്ഷണിച്ചിട്ട് അവരുടെ ഓരോ ഇന്റർവ്യൂ കാണിക്കുകയാണ്. എനിക്കിതിൽ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് എനിക്കിപ്പോൾ ഡൗട്ട് ഉണ്ട്. 2 മക്കളുണ്ട്, വൈഫുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് താമസിക്കുകയാണെന്ന് പറയുന്നുണ്ട് മുൻഷി രഞ്ജിത്ത്. മുൻഷി രഞ്ജിത്ത് പണ്ടത്തെ ഒരു ആക്ടറാണ്. ഇപ്പോ നിലവിൽ ഇപ്പൊ ഒന്നും അറിയുന്നില്ല, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ബിഗ് ബോസിലേക്ക് വരണം എന്ന് വിചാരിച്ചപ്പോ വരെയാണ്. ബിഗ് ബോസിലേക്ക് വരണം വെച്ചാല് ഇത്ര ദിവസം നിന്ന് ഇത്രയും കാശ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് വരുന്നതെന്ന് മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് ലാലേട്ടൻ ക്ഷണിക്കുകയാണ് മുൻഷി രഞ്ജിത്തിനെ. അതിനുശേഷം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ സരികയെ കാണുമ്പോൾ സരിക എന്ന് പറഞ്ഞിട്ടൊക്കെ ഓടിപ്പോയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അടുത്തത് 12ാമതായിട്ട് ഒരു ഹിന്ദിക്കാരിയാണ്. ബിഗ് ബോസ് ഹിന്ദിയിലെ എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് പറയുന്നിട്ട് ഒരാളെ ക്ഷണിക്കുന്നു. ഗിസേൽ ടക്കരാൽ എന്നാണ് പേര്. എനിക്ക് പേര് കിട്ടിയില്ല. ഗിസേൽ തക്കരാൽ എന്നാണ് പേര്. ഒരു ആലപ്പുഴക്കാരിയാണ്. ഞാൻ വിചാരിച്ചു അയ്യോ ഈ കുട്ടി ഇവരെങ്ങനെ പറയും ഇത് എന്താണ് മലയാളം എങ്ങനെ പറയും, ഹിന്ദിക്കാരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഞ്ചാബിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹാഫ് മലയാളിയാണ്, അമ്മ മലയാളിയാണ്, അച്ഛൻ പഞ്ചാബിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ആലപ്പുഴ കാരിയാണ്, പിന്നെ അവരുടെ ഓൺടർപ്രന്യൂവർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ഡാൻസ്, അവിടെ കിസിക്ക് സോങ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് എന്താണ് ഗിസേൽ ടക്കരാൽ വന്നിരിക്കുന്നത്. നല്ല ഒരു സെലിബ്രിറ്റി ലുക്ക്, ഭയങ്കര സ്റ്റാൻഡേർഡ് ഒരിക്കലും വിടില്ലാത്ത ഒരു ഇതൊക്കെ കണ്ടാലും ഒരു ഭയങ്കരമായിട്ട് പൊക്കും, നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നമുക്ക് കാണാം ബിഗ് ബോസിലേക്ക് കയറിപ്പോയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. പക്ഷേ ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ വന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗിസൈലിനൊരു പുത്തേരിയൊന്നും അല്ല. അത് എന്താണ് ബിഗ് ബോസ് അല്ലേ, ഞാൻ മുൻപ് പോയിട്ട് ഷോ എന്നുള്ള രീതിക്കാണ് വരെയാണ്. അപ്പോൾ മലയാളത്തില് ആദ്യമായിട്ടാണ് വേറെ ഭാഷയിൽ ബിഗ് ബോസ് പങ്കെടുത്ത ഒരാള് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യത്തേത് ഗിസേൽ ടക്കരാലാണ്. വേറെ ആരും ഇല്ലല്ലോ, എന്റെ മേലില്ല, വേറെ ആരും ഇല്ല. അപ്പൊ 12ാമതായിട്ട് ഗിസേൽ ടക്കരാലാണ്. വീട്ടിലേക്ക് കയറുന്നു. നല്ല രീതിയിൽ തന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഗിസേൽ ടക്കരാല്. അടുത്തത് ഗിസേൽ ടക്കരാലാണെങ്കിൽ മറ്റേ റെന ഫാത്തിമ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയറുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അടുത്തതും എനിക്ക് പിന്നെ ഗിസേൽ ടക്കരാലിന് ഒരു ജാൻമണി 2.0 പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ലാംഗ്വേജ് ആണ്, വേറെ ഒന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ജാൻമണി വെച്ചാല് ലാംഗ്വേജ് ഹിന്ദി മലയാളമൊക്കെ ആണല്ലോ. അപ്പൊ ഭയങ്കരമായിട്ട് ഗിസേൽ ടക്കരാലാണെങ്കിൽ ഞാൻ എന്താണ് ബിഗ് ബോസിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു എന്താണ് നമ്മുടെ രഞ്ജിനി ഹരിദാസൊക്കെ സംസാരിക്കില്ല, ഇംഗ്ലീഷ് മലയാളം കൂടി കൂട്ടി കുഴച്ചിട്ടുള്ള സംസാരം, അതേപോലെ എനിക്ക് തോന്നി. നല്ല നമുക്ക് നോക്കാം, കണ്ടന്റ് കിട്ടുമായിരിക്കും എന്ന് നോക്കാം. അടുത്തത് 13ാമതായിട്ട് എന്താണ് എല്ലാവർക്കും അറിയുന്ന ഹോട്ട് സീറ്റിൽ വെറുപ്പിക്കുന്ന ഒരാള് അല്ലെ, വെറുപ്പിച്ച് കയ്യിൽ തരുന്ന ഒരാളാണ് ഷാരിക. ഷാരിക കാണിക്കുകയാണ്. ഷാരികയാണെങ്കിൽ ഒരു വൈറ്റ് കോട്ടില് നല്ല സ്റ്റൈലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു അഡ്വക്കേറ്റ് ആകാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷാരിയക്ക്. പക്ഷെ വീട് ഒരു ഓർത്തഡോക്സ് ആയതുകൊണ്ട് തന്നെ, വീട്ടിലെല്ലാവരും ഓർത്തഡോക്സ് ആയതുകൊണ്ട് തന്നെ അതൊന്നും പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഷാരിക 1.5 വർഷം മുൻപ് എന്താണ് ഒരാളെ ഡിവോഴ്സ് ആക്കിയതാണ്, സെപ്പറേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു മോളുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ മോള് 4ാം ക്ലാസ്സിലാണെന്നൊക്കെ പറയാണ്, വിശേഷങ്ങളൊക്കെ പറയാണ്. പിന്നെ വീട്ടിലൊക്കെ കയറ്റുകയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അടുത്തത് 14ാമതായിട്ട് സീരിയലിലേക്ക് ഏറ്റവും ഫേമസ് ആയ ഒരാളാണ് ഷാനവാസ്. ഷാനുവിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ സീരിയൽ കുങ്കുമപ്പൂവിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്. ഞാൻ കുങ്കുമപ്പൂ സീരിയൽ കണ്ടിട്ടില്ല, അപ്പൊ എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോ എന്താണ് നമ്മുടെ കുങ്കുമപ്പൂ എന്താണ് സീരിയലിൽ ഒരു ഇൻട്രോ കൊടുക്കുന്ന കുങ്കുമ സീരിയലൊക്കെ ഉണ്ടായിരുന്ന. പക്ഷെ ഞാൻ ഷാനവാസ് ഷാനുവിനെ കണ്ടപ്പോഴേ ഷാനവാസ് ഷാനു ഇതാണോ,
മുഖമൊക്കെ ആകെ മാറിപ്പോയി, ഭയങ്കരമായിട്ടും മുടിയൊക്കെ കട്ട് ചെയ്ത് ഞാൻ കണ്ട ഷാനു എന്ന് പറയുന്നത് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ഞാൻ ഇത് നോക്കിയപ്പോഴേ അയ്യോ ഷാനു ആകെ മാറിപ്പോയി. ഇത് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മാറ്റമുണ്ട്. മുടിയൊക്കെ കെട്ടി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ഇൻട്രോ വീഡിയോ കാണിക്കുകയാണ്. ഇവരെല്ലാവരും ടാസ്കിൽ മറ്റേ റെനീഷയുടെ ടാസ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം ഒരു പണി വരുന്നുണ്ട്, പറയാം. അതിനുശേഷം 15ാമതായിട്ട് ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നിവിൻ വരികയാണ്. എന്നിട്ട് എന്താണ് നിവിൻ്റെ ഒരു സ്വഭാവം വെച്ചാല് പൂച്ചപ്പരാന്താണ്. പൂച്ചകളെന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ്. 28ഓളം പൂച്ചകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഒരു ക്യാറ്റ് ലവറാണ്, അതുപോലെ തന്നെ ഫാഷൻ കൊറിയോഗ്രാഫറാണ്. പിന്നെ നിവിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സാധനം ഹീൽസ് ചെരുപ്പില്ലേ, അതാണ് മെയിൻ. ഹീൽസും കൊണ്ട് പോകുമെന്നാണ് വ്യൂസിലേക്ക് എന്താണ് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നിവിൻ്റെ ഒരു അടിപൊളി ഡാൻസും ഇൻട്രോയൊക്കെ കാണിക്കും. അവര് ഫാഷൻ കൊറിയോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നെവിൻ ചെയ്ത ഡ്രസ്സാണ്. ഡ്രസ്സിൽ ഇവിടെ ഇട്ടൊരു എന്താണ് ബിഗ് ബോസിന്റെ ഒരു ഐയൊക്കെ ഇട്ടിട്ടൊരു ഡ്രസ്സൊക്കെയാണ്. അതിനുശേഷം വീടിനകത്ത് കയറുകയാണ്. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ മിങ്കിൾ ചെയ്ത് തന്നെ നെവിൻ എല്ലാവരുമായിട്ട് നല്ല അടിപൊളി വൈബാക്കായിട്ട് മിങ്കിൾ ചെയ്ത് തന്നെ സംസാരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട്. അടുത്തത് ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ബിഗ് ബോസ് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവര് പറയുന്നുണ്ട്, ഇൻട്രോയിൽ പറയുന്നതാണ്. അവർ ഒരുപാട് കഷ്ടപ്പാടിലും ഇതിലൊക്കെ എന്താണ് സഞ്ചരിച്ച് അവരിവിടെ എത്തിയിരിക്കുകയാണ്. അവർ ചെറുപ്പം മുതലേ ഇതായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്, ഒരുമിച്ചായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരൊരു അടിപൊളി ഡാൻസ് ഒക്കെ കാണിക്കുകയാണ്. എന്നിട്ട് ലാലേട്ടൻ എന്താണ് ആദിലയും നോറയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എല്ലാവരും ഇതാവുന്നുണ്ട്. റനീഷയെ കൊടുത്ത ടാസ്കിലും ഇവർ സുഖമായിട്ട് വിജയിക്കുന്നുണ്ട്. അടുത്തത് 17ാമതായിട്ട് അഡ്വക്കേറ്റും ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ള ശൈത്യ സന്തോഷ് ശൈത്യ സന്തോഷ് വരികയാണ്. അപ്പോൾ അമ്മേനെയും അച്ഛനെയൊക്കെ കാണിക്കുകയാണ്. ബിഗ് ബോസിലേക്ക് എന്താണ് വരുന്ന കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ശൈത്യയുടെ എന്താണ് ഒരു ഇത് നമ്മൾ മുൻപൊക്കെ കണ്ടിരുന്നു, മറ്റേ സൂപ്പർ അമ്മമ്മകളിലൊക്കെ ഇഷ്യൂലാണ് കാണുന്നത്. അപ്പോൾ ശൈത്യ സന്തോഷ് ലാലേട്ടൻ ശൈത്യ സന്തോഷിനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് ആണ് പുള്ളിക്കാരി, ഒരു ആർട്ടിസ്റ്റ് ആണ്, ഒരുപാട് എന്താണ് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മേനെയും കാണിക്കുന്നുണ്ട്. അപ്പൊ അമ്മയാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ. അപ്പോൾ ഇവര് റനീഷ കൊടുത്ത ഇതിലൊക്കെ സുഖമായിട്ട് എന്താണ് നമ്മുടെ ശൈത്യ സന്തോഷ് വിജയിക്കുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറാണ്. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ തന്നെ എന്താണ് ദൈവത്തിനോടൊക്കെ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ശൈത്യ സന്തോഷ് വീടിനകത്ത് കയറുന്നുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തത് 18ാമതായിട്ട് എല്ലാവരും കാത്തിരുന്ന ഒരു വ്യക്തിയാണ്, വേറെ ആരും അല്ല. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇൻട്രോ ഒക്കെയാണ് കൊടുത്തത് ലാലേട്ടൻ, ഭയങ്കരമായിട്ടുള്ള കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര താരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് രേണുസുധീനെ കാണിക്കുക. രേണുസുധീൻ ഒരു റെഡ് സാരിയിൽ എന്നൊരു അടിപൊളി ഡാൻസ്, ചെറിയ രീതിയിലൊക്കെ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം രേണുസുധീൻ ഇൻട്രോ കാണിക്കുകയാണ്, രേണുസുധീന്റെ വീഡിയോ കാണിക്കുകയാണ്. എന്താണ് രേണുസുധി എന്താണ് പറയണം, എൻ്റെ മറ്റേ സുധി ചേട്ടന്റെ ബാഗ് കൊണ്ടൊക്കെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറയണേ. പിന്നെ മോനെ കാണിക്കുന്നു, കുടുംബക്കാരെല്ലാരും കാണിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇൻട്രോ കഴിഞ്ഞു. ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുക എല്ലാവരും ഇതാക്കിയാണ്. അപ്പൊ ക്യാമറ നേരെ വീട്ടിലേക്ക് കയറിയതിന് ശേഷം വീട്ടിലേക്ക് കയറിയതിനു ശേഷം നേരെ കാണിക്കുന്നത് ഷാരികയെ കാണിക്കുകയാണ്. അയ്യോ, കാരണം ഷാരിക രേണുസുധി പുറത്ത് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നില്ല ഇന്റർവ്യൂവില്, ആ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ഷാരികേനെ എടുത്തു കാണിച്ചത്. അപ്പൊ രേണുസുധിയും ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഡൗട്ട് മാറിയല്ലോ, രേണുസുധി ബിഗ് ബോസിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ എല്ലാവരും വീഡിയോ വന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ രേണുസുധി ഉണ്ട്. പിന്നെ അവസാനമായിട്ട് അപ്പാനി ശരത്ത് അങ്കമാലി ഡയറീസിൽ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അങ്കമാലി ഡയറീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അയ്യോ അങ്കമാലി ഡയറീസിലൊക്കെ ഈ പുള്ളിക്കാരനുണ്ടോ ഞാൻ ആലോചിച്ചത്. അപ്പാനി ശരത്ത് എന്നാണ് പേര് കേട്ടോ. അപ്പൊ അപ്പാനി ശരത്ത് പുള്ളിക്കാരന്റെ ഇൻട്രോയും ഒക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ബിഗ് ബോസ് ഇതിലേക്ക് കാണിക്കുകയാണ് കേട്ടോ. അതിനുശേഷം എല്ലാവരും ഇപ്പൊ ഈ 19 പേരെന്ന് പറഞ്ഞാൽ 20 പേരുണ്ട്, 19 കണ്ടസ്റ്റൻസ്. അതിലെ നൂറയും കൂട്ടിയിട്ടാണ് 20 പേരാക്കി പറയുന്നത്. അപ്പൊ എല്ലാവരും ബിഗ് ബോസിന്റെ ഇതിൽ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറയാണ്, ബിഗ് ബോസ് പറയാണ്
എല്ലാവരും സോഫയിലേക്ക് ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് നേരത്തെ റിനീഷ കൊടുത്ത ടാസ്കിന്റെ റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ എന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ അറിയണം എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഇത് റിസൾട്ട് കാണിക്കുകയാണ്. ആര്യൻ ഫസ്റ്റ് പൊസിഷൻ 19 സെക്കൻഡ്, 19 സെക്കൻഡിനുള്ളിലാണ് ആര്യൻ ഈ മറ്റേ ആ പൊടി വെച്ചിട്ട് ഇങ്ങനെ തട്ടുന്നത് ഇല്ലേ, അതൊരു എന്താണ് 19 സെക്കൻഡിനുള്ളിലാണ് വിജയിച്ചത്. പിന്നെ ബിന്നി സെബാസ്റ്റ്യനും ഷാനവാസ് ഷാനുവും 29 സെക്കൻഡിൽ 2-3 പൊസിഷനിൽ നിൽക്കുകയാണ്. അതിനുശേഷം ബിഗ് ബോസ് ഇവർക്ക് 3 പേർക്ക് ഒരു റേസ് സ്റ്റാർസ് കൊടുക്കുകയാണ്. ഒരു നമ്മുടെ ക്യാപ്റ്റന് കൊടുക്കുന്ന പോലത്തെ സംഭവം റേസ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കുകയാണ്. അതിനുശേഷം എന്താണ് അപ്പൊ ഒരു ബിഗ് ബോസ് അപ്പോ ഒരു ബസർ അടിക്കാനാണ്, പാമർ ബസർ അടിക്കാൻ സ്റ്റോർ റൂമിൽ എല്ലാവരും പോവാണ്. സ്റ്റോർ റൂമിൽ ഇപ്പോൾ അവരുടെ പെട്ടികളും സാധനങ്ങളൊക്കെയാണ് പറയാണ്. ബിഗ് ബോസ് പറയാണ് നിങ്ങളുടെ പെട്ടികളും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പോയി എടുത്തോളൂ എന്ന് പറയാണ്. എടുക്കുകയാണ്. അപ്പോഴാണ് മക്കളെ കിടക്കുന്നു, പണി കിട്ടിയിരിക്കുന്നു. പണി കിട്ടി പറയാം. പണി കിട്ടിയെന്നു പറയട്ടെ, പറയാം. എല്ലാവരുടെ പെട്ടിയില് കട്ടകള്, ചാക്ക്, പിന്നെ മരകഷ്ണം, പിന്നെ ഇത് ചവിട്ടിയില്ലേ നമ്മുടെ ചവിട്ടി എന്താ പറയുന്നത്, നമ്മള് കാലക തുറക്കുന്ന ചവിട്ടി, പിന്നെ ഇരുമ്പിന്റെ കഷ്ണം, ഇതൊക്കെ കൂടിയിട്ടാണ് ബാഗിൽ നിറച്ചിരിക്കുന്നത്. അപ്പൊ അയ്യോ എന്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് കരയാണ്. അപ്പം കാര്യം പറയാണ്, നിങ്ങൾക്ക് ഈ 3 സ്റ്റാർസ് കിട്ടിയല്ലോ, ഈ ആര്യൻ, ബിന്നി സെബാസ്റ്റ്യൻ, ഷാനവാസ് ഷാനു, ഈ 3 പേർക്ക് മാത്രമാണ് ഈ ഇവര് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും കിട്ടുക, ബാക്കിയുള്ളവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറയാണ് പക്ഷെ അവർക്കൊരു ചാൻസ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. വേറെ ഒന്നും അല്ല, അവർക്കൊരു ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയാണ് നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം, നിങ്ങള് എന്താണ് റേസ് സ്റ്റാർസ് സ്വന്തമാക്കണം. ഈ 3 പേരിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ ഇത് നിങ്ങൾ സ്വന്തമാക്കും എന്ന് നിങ്ങളുടെ ബാഗ് സ്വന്തമാക്കണം. നിങ്ങൾ കൊണ്ടുവന്ന സാധനം നിങ്ങൾക്ക് എല്ലാം കിട്ടണമെങ്കിൽ ഈ റേസ് സ്റ്റാർസ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റണം, എങ്കിൽ മാത്രമാണ് ഈ സാധനങ്ങൾ ഇവർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് ചില്ലറയല്ല, 7ന്റെ പണി തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ബിഗ് ബോസ്. അപ്പൊ വേറെ ഒന്നും അല്ല, ഈ ബിഗ് ബോസ് ആണെങ്കിൽ പറയുന്നത് വേറെ ഒന്നല്ല, ഈ 3 പേരില്ലേ, ബിന്നി, ആര്യൻ, ഷാനവാസ് ഷാനു, ഈ 3 പേരുടെ കയ്യിൽ ഒരു സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്, റേസ് സ്റ്റാർസിന്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അത് പിടിച്ചു പറിക്കണം. ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പിടിച്ചു പറിച്ച് മാത്രമേ ഇത് കിട്ടിയാൽ എന്താണ് ഈ കിട്ടുന്ന ആൾക്കാണോ അവർക്ക് ഫുൾ പെട്ടി കിട്ടും. പക്ഷെ ആദ്യം കിട്ടിയ ആൾക്ക് ഇത് പോകും. എന്ന് വെച്ചാൽ ആര്യൻ്റെതാണെങ്കിലോ ബിന്നി സെബാസ്റ്റ്യൻ, ഷാനവാസ് ഷാനുവിന് ഈ സ്റ്റാർസ് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ആ എടുത്ത ആൾക്ക് ഫുൾ ബാഗും ഫുൾ തുണികളെല്ലാം കിട്ടും. പക്ഷേ സ്റ്റാർ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് തുണിയെല്ലാം പോകും, വീണ്ടും പഴയതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് പോലും. അപ്പൊ ഇത് 7ന്റെ പണി തന്നെയാണ്. ഭയങ്കര ഇടി പൊട്ടുന്ന സാധനമാണ്. ഇടി പൊട്ടിയിട്ടുണ്ട്. പ്രൊമോയിൽ ഇടി പൊട്ടിയിട്ടുണ്ട്. പ്രൊമോ അപ്ഡേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, പോയി കാണുക കേട്ടോ. അതിനുശേഷം പിന്നെ എന്താണ്, പിന്നെ ഒരു കണ്ടീഷൻ നമ്മുടെ ബിഗ് ബോസ് പറയാണ്, ഇതൊക്കെ നിങ്ങൾ ഓക്കെ, നിങ്ങൾ പിടിച്ചു പറിക്കാന്നെങ്കിൽ നിങ്ങളുടെ കാര്യം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൈ തന്നെ കെട്ടണം. ഒളിപ്പിച്ച് വെക്കാനോ വേറെ എവിടെയെങ്കിലും വെക്കാനോ ഒളിപ്പിച്ച് വെക്കാനോ പാടില്ല. അടുത്ത ട്വിസ്റ്റ്, ഇത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല, കൈ തന്നെ ഇങ്ങനെ വെക്കണം. കൈ തന്നെ ഇങ്ങനെ വെച്ചാൽ മാത്രമാണ് ഇതിന് ഇതുള്ളൂന്ന്. അപ്പൊ അടി പൊട്ടോ ഇല്ലയോ? പൊട്ടും. എന്നിട്ട് ഒരു കാര്യം പറയാണ്, ലാലേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഷെയറിങ് ഈസ് നോട്ട് കെയറിങ് എന്നാണ്, അത് ബോറിംഗ് ആണ് നിങ്ങൾ പറയാണ്. അപ്പൊ എല്ലാവരും അയ്യോ ബിഗ് ബോസെ ഭയങ്കര പണിയാണല്ലോ തന്നിരിക്കുന്നതെന്ന് പറയാണ്. അതിനുശേഷം ലാലേട്ടൻ പുറത്ത് നിന്നിട്ട് ബിഗ് ബോസിന്റെ ഹൗസിൽ നിന്ന് പുറത്തു നിന്നിട്ട് പറയാണ്, എല്ലാവരും നിലവിളക്ക് കൊണ്ടായിട്ടാണല്ലോ വീട്ടിലേക്ക് കയറുന്നത്, പക്ഷെ ഞാൻ അതല്ല എന്ന് പറഞ്ഞിട്ട് വെടി പൊട്ടിക്കാണ്. അവിടെ ടപ്പടയാന്ന് പറഞ്ഞ പൊട്ടൂലേ, അതിൽ തീ കൊടുത്താണ്, തീ പോകുന്നത് മൊത്തം പട്ടായെന്ന് പറഞ്ഞ പൊട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗ്രാൻഡ് ലോജ്. ഞാൻ റിവ്യൂ തുടങ്ങിയത് എനിക്കൊരു ഇതായിട്ട് തോന്നി. കാരണം അയ്യോ കുറഞ്ഞു പോയോ, ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടല്ലല്ലോ പറഞ്ഞതെന്നൊക്കെ എനിക്ക് തോന്നി. എൻ്റെ ആദ്യത്തെ ഒരു ഇത് റിവ്യൂ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. പോകെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടും ഇതൊക്കെ പറയാൻ ഞാൻ നിങ്ങൾ ശ്രമിക്കാം. അപ്പോൾ നാളത്തെ പ്രൊമോയില് അടി പൊട്ടണ കേസാണ് വന്നിരിക്കുന്നത് മക്കളെ. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്ന അവസ്ഥ. ഞാൻ ആലോചിക്കുന്നത് അയ്യോ ഗിസിയിലൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും പങ്കെടുക്കുക, ഞാൻ അതാണ് നോക്കുന്നത്. അയ്യോ
ഇവര് ഇങ്ങനെ ഇതൊക്കെ ചെയ്യും എന്നൊക്കെ ഞാനിപ്പോ അനീഷാണെങ്കിൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പ്രൊമോയില്, ഭയങ്കര ചെറിയ രീതിയിലൊക്കെ ഇതിങ്ങനെ എന്തൊക്കെയാണ് കാണിക്കുന്നത് പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ. കുറെ പേര് ബാത്റൂമിൽ കയറി ഒളിക്കുന്നുണ്ട്, ഒളിക്കരുതെന്നൊക്കെ ഒളിപ്പിച്ചൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എപ്പിസോഡ് റിവ്യൂ. ഗ്രാൻഡ് ലോഞ്ച് നല്ല അടിപൊളിയായിട്ടും സൂപ്പർ ആയിട്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പോഴത്തെ എന്റെ ചാനൽ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നോക്കാം, അടി പൊട്ടോ അല്ലെങ്കിൽ ഇതാവോ നമുക്ക് നോക്കാം. 7ന്റെ പണി എന്തായാലും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവര് കളിക്കണം, അവര് കളിച്ചാൽ മാത്രമാണ് മുന്നേറാൻ കഴിയുള്ളൂ. അപ്പൊ ഈ 19 കണ്ടസ്റ്റൻസും 20 പേരും 19 കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ തന്നെ കളിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെയും ബൈ.